is concerned, he's done a phenomenal job. You're mentioning somebody that was extremely controversial. A lot of people didn't like that gentleman that you're talking about. Whether you like him or didn't like him, things happen. But he knew nothing about it, and we can leave it at that. You don't have to embarrass our guest by asking a question like that. ജമാൽ ഖഷോഗിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഡൊണാൾഡ് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല. ട്രംപ് അത് പറയുകയും ചെയ്തു. വൈറ്റ് ഹൗസിൽ വന്നിരിക്കുന്ന അതിഥികളെ അപമാനിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. തന്നെയുമല്ല, സൗദി രാജകുമാരന് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് യാതൊരു അറിവുമില്ല. തന്നെയുമല്ല, രാജകുമാരൻ വളരെ നയതന്ത്രപരമായിട്ട് അതിന് മറുപടി നൽകുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചതിൽ വേദനിക്കുന്നു. അത് മാത്രമല്ല, ഇതൊന്നും ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് അവരുടെ സംവിധാനം തന്നെ വളരെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും പറയുകയുണ്ടായി. ഇനിയും ഇതിന്റെ ബിസിനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൗദിക്കും അമേരിക്കയ്ക്കും പ്രയോജനപ്പെടുന്ന നിരവധി മേഖലകളിൽ സഹകരണവും കരാറുകളും ഒക്കെ ഈ സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനും ഡൊണാൾഡ് ട്രംപും ഇന്ന് അവരുടെ ചർച്ചകളിൽ ഉറപ്പുവരുത്തുകയുണ്ടായി. പ്രതിരോധ മേഖലയിലെ സഹകരണം കൂടുതൽ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ നിർമ്മിച്ച അത്യാധുനിക F-35 യുദ്ധവിമാനം സൗദി അറേബ്യ വാങ്ങും. അതുപോലെ സൗദിയുമായുള്ള നിലവിലെ വിദേശ നയങ്ങളൊക്കെ മാറ്റി എഴുതുന്ന തരത്തിലുള്ളതാണ് ഈ 48 F-35 വിമാനങ്ങളുടെ വിൽപ്പന. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന്റെ കൈവശം മാത്രമാണ് F-35 വിമാനങ്ങളുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ സൗദിക്ക് ഇങ്ങനെ കൊടുക്കാൻ പോകുന്നു എന്ന് ട്രംപ് പറഞ്ഞ ഉടൻ തന്നെ ഇസ്രയേൽ ഇതിനായിട്ട് ചില നിബന്ധനകൾ വെക്കണമെന്ന് അമേരിക്കയോട് ഇന്നലെ ആവശ്യപ്പെടുകയും ഉണ്ടായിരുന്നു. ഇസ്രയേലുമായിട്ടുള്ള സൗദിയുടെ ബന്ധം സാധാരണ നിലയിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സൗദി രാജകുമാരന്റെ ഭാഗത്ത് നിന്ന് പോസിറ്റീവ് പ്രതികരണമാണ് വന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതുപോലെ നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ സൗദിയിലെ സന്ദർശന വേളയിൽ സൗദി രാജകുമാരൻ വാഗ്ദാനം ചെയ്തത് 600 ബില്യന്റെ നിക്ഷേപമായിരുന്നു അമേരിക്കയിൽ. പക്ഷേ ഇപ്പോൾ ട്രംപുമായിട്ടുള്ള ചർച്ചയിൽ അമേരിക്കയിൽ സൗദി $1 ട്രില്യൺ നിക്ഷേപം നടത്തുമെന്നാണ് പറയുന്നത്. അതുപോലെ സൗദിയിലെ ഡൊണാൾഡ് ട്രംപിന്റെ ഓർഗനൈസേഷൻ നിരവധി ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. ഇത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് ബിസിനസ്സുകളൊക്കെ അദ്ദേഹത്തിന്റെ കുടുംബമാണ് നോക്കുന്നത്, തനിക്കതിൽ ഒരു പങ്കുമില്ല, താൻ മുഴുവൻ സമയം അമേരിക്ക എന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. നേരത്തെ വൈറ്റ് ഹൗസിൽ സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാന് രാജകീയ സ്വീകരണമാണ് ഡൊണാൾഡ് ട്രംപ് ഒരുക്കിയത്. കൃഷ്ണ ചെറിയാൻ ശ്രദ്ധിച്ചോണം, റെഡ് കാർപ്പറ്റ് സ്വീകരണമായിരുന്നു. സൗദി രാജകുമാരനെ കണ്ടപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആദ്യം ഒരു ചെറു പുഞ്ചിരി, പിന്നൊരു ഷെയ്ക്ക് ഹാൻഡ്. അപ്പോൾ ആകാശത്ത് ആദരസൂചകമായി യുദ്ധവിമാനങ്ങൾ റാഗി പറക്കുന്നുണ്ടായിരുന്നു.